ത്തിന്റെ ചർമ്മത്തെ പോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതാണ് നമ്മുടെ കൈകളുടെയും കാലുകളുടെയും ചർമ്മത്തിന്. തീർച്ചയായിട്ടും നിങ്ങളുടെ കാലുകളുടെയും കൈകളുടെയും ചർമ്മത്തിന് വളരെ എളുപ്പം നിറം നൽകാനും ചർമ്മത്തിന് എന്തെങ്കിലും പ്രശ്നം, അതായത് കൈകളുടെയും കാലുകളുടെയും ചർമ്മത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ചർമ്മത്തെ നല്ല പോലെ ഒരു തിളക്കം വെക്കാൻ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം കൊണ്ട് സാധിക്കുന്നതാണ്. അതെന്താണെന്നുള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ കൈകളുടെയും കാലുകളുടെയും ചർമ്മത്തിൻ്റെ തിളക്കത്തിന് വേണ്ടിയും കാലുകളുടെയും കൈകളുടെയൊക്കെ ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ പോകുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് പെഡിക്യൂർ മാനിക്യൂറൊക്കെ ചെയ്തിട്ട് സലൂണിലൊക്കെ നല്ല പോലെ പൈസ നമ്മളെല്ലാവരും കൊണ്ട് കളയാറുണ്ട്. ഇനി അതിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങളുടെ കൈകളുടെയും കാലുകളുടെയും ചർമ്മത്തിന് തിളക്കം വെക്കുന്നതിന് ഇതിലും വലിയ മാർഗങ്ങൾ ഒന്നുമില്ല. നിങ്ങളിത് ചെയ്താൽ മതി. നിങ്ങൾക്ക് നല്ല പോലെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കൈകളുടെയും കാലുകളുടെ ആ ഒരു പഴയ ചർമ്മമൊക്കെ മാറ്റിയിട്ട് നല്ല തിളങ്ങുന്ന ചർമ്മം നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കും. എന്തായാലും നമുക്ക് അതെന്താണെന്നുള്ളതും അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. കാലിൻ്റെയും കൈകളുടെയും സൗന്ദര്യം കൂട്ടാൻ 2 മാർഗങ്ങളാണ് ഇന്ന് പറയുന്നത്. ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങളുടെ കാലിൻ്റെയും കൈകളുടെയും ചർമ്മം നല്ല പോലെ നിറം വെക്കുന്നതാണ്. അതിനെന്താണ് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രബാണ്. സ്ക്രബ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ പറയുന്ന ഈ ഒരു പാക്കും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. നിങ്ങളുടെ കാല് നല്ല പോലെ നിറം വെക്കുന്നതായിരിക്കും. കാലിൻ്റെ എന്ത് തന്നെ പ്രശ്നങ്ങളുടെ ആണെങ്കിൽ കാലിനും കൈകൾക്കും നല്ല പോലെ നിറം വെക്കാനായിട്ട് ഈ പറഞ്ഞ 2 കാര്യങ്ങൾ കൊണ്ട് കൈകൾക്കും കാലുകൾക്കും സൗന്ദര്യം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പം നിങ്ങളുടെ കൈകൾക്കും കാലുകൾക്കും അധികം സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇനി ആരും പേടിക്കേണ്ട. ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. ആദ്യത്തെ സ്റ്റെപ്പ് സ്ക്രബാണ്. അതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ നമ്മുടെ ചർമ്മത്തിൽ തേക്കുന്നത് കൊണ്ട് മറ്റുള്ള ഒരു ദോഷങ്ങളും നമ്മുടെ ചർമ്മത്തിന് ഉണ്ടാവില്ല. ബേക്കിംഗ് പൗഡർ ചർമ്മത്തിൽ തേക്കുന്നത് കൊണ്ട് മറ്റുള്ള ഒരു ദോഷങ്ങളും ചർമ്മത്തിന് ഉണ്ടാവില്ല. ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. ബേക്കിംഗ് സോഡയല്ല വേണ്ടത്, ബേക്കിംഗ് പൗഡർ. 1/2 ടേബിൾ സ്പൂൺ ആണ് നമുക്ക് വേണ്ടത്. ബേക്കിംഗ് പൗഡർ 1/2 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. ബേക്കിംഗ് പൗഡറാണ് നമുക്ക് വേണ്ടത്. 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് അനാവശ്യമായിട്ടുള്ള ഡെഡ് സ്കിന്നിനെ ഇല്ലാതാക്കാൻ തേയിലപ്പൊടിയിൽ നിന്ന് സാധിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ നമ്മൾ ചായക്കൊക്കെ പൊടി ചേർത്ത് കൊടുക്കുക. തേയിലപ്പൊടി ചേർത്തിട്ട് അതിനുശേഷം ഒന്ന് മിക്സ് ആക്കുക. ഒന്ന് മിക്സ് ആക്കട്ടെ. ഞാൻ ഒന്നങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പുളിയില്ലാത്ത കട്ട തൈര് 1 ടേബിൾ ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത കട്ട തൈര്, വെള്ളം പാടില്ല. ഇതേപോലെ ഇരിക്കണം. ഞാൻ കാണിക്കാം നിങ്ങളെ. ഇരിക്കുന്ന തൈരാണ് സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മിക്സ് ആക്കുക. മിക്സ് ആക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ എല്ലാം കൂടി ഒരു ക്രീം പരുവത്തിലായിട്ട് മാറും. തേയില പൊടിച്ചത് ചിലവരുടെ വീട്ടിലൊക്കെ ചായക്കിടാനൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതാണെങ്കിലും എടുക്കാം. ഇത് നല്ലപോലെ നമ്മൾ സ്കിന്നിലിട്ട് സ്ക്രബ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഗുണം നമ്മുടെ കൈകൾക്കും കാലുകൾക്കും ഒക്കെ കിട്ടുള്ളൂ. ഒരു ക്രീം പരുവത്തിലായിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് കൈകൾക്കും കാലുകൾക്കും ഇട്ട് സ്ക്രബ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ കാലിൽ ഇട്ടിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ എൻ്റെ സലൂണിൽ വന്നേക്കുന്ന കസ്റ്റമറിൻ്റെ കാലിലിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ഈ സ്ക്രബ് ഇടാം. ആദ്യത്തെ സ്റ്റെപ്പ്, നമുക്ക് കാല് കയറ്റി വെക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം, നമ്മുടെ കാല് വെച്ചാൽ പൊള്ളാത്ത രീതിയിലുള്ള ഇളം ചൂടുള്ള വെള്ളം വേണം. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണാണ് ഉപ്പിടേണ്ടത്. കല്ലുപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. കല്ലുപ്പ് ഇല്ല എങ്കിൽ പൊടിയുപ്പ് ചേർത്താലും മതിയാകും. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് നമുക്ക് ഷാമ്പു. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഷാമ്പു ആണോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും ഞാനിവിടെ ഉപയോഗിക്കുന്ന ഈ ഷാമ്പു ആണ് ഇവിടെ എടുക്കുന്നത്. അതായത് 2 ടേബിൾ സ്പൂണാണ് ഷാമ്പു എടുക്കേണ്ടത്. അതെടുത്തിട്ടുണ്ട്. അതിനുശേഷം
നമ്മൾ ഇതൊന്ന് മിക്സ് ആക്കുക. കൈകൾ കൊണ്ട് തന്നെ നമ്മൾ മിക്സ് ആക്കുക. ഓക്കെ, മിക്സ് ആക്കിയിട്ടുണ്ട്. മിക്സ് ആക്കിയതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് നമുക്കിത് മാറ്റി വെക്കാം. ഞാൻ ഈ കാലിലാണ് ചെയ്യുന്നത്. നല്ലപോലെ നിറക്കുറവുണ്ട്. ഈ കാലിൽ ചെയ്തിട്ടുള്ള ചേഞ്ചസൊക്കെ ലൈവായിട്ട് തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാം. എന്തായാലും കാല് കണ്ടല്ലോ. ഞാനിപ്പം കാലിലാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്ന ഇതേ മെത്തേഡ് തന്നെ നിങ്ങളുടെ കൈകൾക്കും ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. എന്തായാലും നമുക്ക് കാലുകൾക്ക് ചെയ്യാം. സ്ക്രബ് തയ്യാറാക്കിയത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അത് സ്ക്രബുകൾ കാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, സ്ക്രബ് ഇട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്യണം. ഇവിടെ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. ഇവിടെയൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുക്കുക. നഖത്തിൻ്റെ ഭാഗത്തും നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ചെയ്യുക. നിങ്ങൾ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് ചെയ്യാനായിട്ട് നോക്കണം. കാരണം അപ്പോൾ നല്ലപോലെ അവിടെ നിന്നുള്ള അഴുക്കൊക്കെ പോകും. ഞാൻ ഇവിടെ കൈകൊണ്ട് തന്നെയാണ് ചെയ്തത്. അതിനുശേഷം അടുത്ത കാലയിലും ഇതേപോലെ തന്നെ ചെയ്യുക. ഓക്കെ, ചെയ്ത രീതി കണ്ടല്ലോ. അതിനുശേഷം ഇനി വേറെ കാര്യമുണ്ട്, അത് ഞാൻ പറയാം. നമ്മൾ ആദ്യം ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. അതിനുശേഷം നമ്മൾ ഇപ്പോൾ തേച്ച് പിടിപ്പിച്ചല്ലോ രണ്ട് കാലയിലും. അതിനുശേഷം നമ്മൾ ഫേസിന് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് ചെറിയ രീതിയിൽ കാലുകൾക്കും മസാജ് ചെയ്യുക. കാരണം നമ്മുടെ ആ ഒരു കാലുകളുടെ ആ ഒരു ഭാഗത്തെ രക്തയോട്ടം കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയാണ് ചെറിയ രീതിയിൽ നമ്മൾ മസാജ് ചെയ്യേണ്ടത്. അതായത് നമ്മളെ കൈകൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പം അവിടുത്തെ ആ ഒരു നല്ല പോലെ രക്തയോട്ടം കറക്റ്റ് ആകുന്നത് മൂലം ചർമ്മം നല്ല പോലെ നിറം വെക്കാനും ഒക്കെ സാധിക്കും. ഇത് ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇട്ട തേയിലയുടെ ആ പൊടിയെല്ലാം നല്ല പോലെ കുതിർന്ന് നമ്മൾ സ്ക്രബ് ചെയ്തപ്പോഴത്തേക്ക് അത് നല്ല പോലെ ഇതായിട്ടുണ്ട് കണ്ടോ. എന്തായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 2 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട, 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ കാലുകൾ ഇറക്കി വെക്കണം. ഇനി നമുക്ക് ആ വെള്ളം എടുത്ത് വെക്കാം. നമ്മുടെ ആ കാലുകൾ ഇപ്പം വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കൈകൾ കൊണ്ട് തന്നെ എടുത്തിട്ട് നല്ലപോലെ ആക്കി കൊടുക്കുക. കണ്ടോ, നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നു ഇവിടെ നല്ല പോലെ ഇതായിട്ടിരിക്കുമായിരുന്നു. നമ്മൾ ഈ സമയത്ത് ഇവിടെ ബ്രഷൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അവിടെ നിന്ന് നല്ല പോലെ അവിടുത്തെ ആ ഒരു എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ പോകും. ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. മറ്റേ കാലും അതേപോലെ തന്നെ ചെയ്യുക. ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെയും നമ്മളെ കാലുകൾ അതിലേക്ക് ഇറക്കി വെക്കുക. നിങ്ങളുടെ കയ്യിൽ ഈ സമയത്ത് നമ്മൾ കാല് ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, കാലിൻ്റെ ഉപ്പൂറ്റി ഇത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷസ് ഉണ്ടല്ലോ, ബ്രഷ് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഉപ്പൂറ്റി ഭാഗത്തൊക്കെ ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നില്ല. കാരണം കുറച്ച് ചെറിയ രീതിയിലേ ഉള്ളൂ കണ്ടോ. അതിന് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ വ്യക്തിക്ക് അത് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വേണ്ട എന്ന് പറഞ്ഞ്. കാരണം ഓൾറെഡി സ്കിൻ ഇതായിട്ട് സോഫ്റ്റ് സ്കിന്നാണ്. നമ്മൾ അത് വിട്ട് വലിക്കുകയാണെങ്കിൽ ഇതായിപ്പോവും. കണ്ടോ, വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് കാലുകൾ ഇതിൽ നിന്ന് എടുക്കാം. കണ്ടോ, നമ്മളിപ്പം സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ ചേഞ്ച് കണ്ടോ. തുടച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ആ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിലിപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്കും കുളിക്കാൻ ഉപയോഗിക്കുന്ന ചകിരി പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് ഉപയോഗിച്ച് വേണമെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോൾ ഉപയോഗിച്ചാൽ മതിയാകും. അല്ലാതെ ബ്രഷോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. ഇതിപ്പം കണ്ടോ നല്ല മാറ്റം കണ്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ ആ പാക്കാണ് ഇനി ഇട്ട് കൊടുക്കുന്നത്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കാണ്. സ്ക്രബ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതിനുശേഷം നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക. പാക്കിന് എന്തെല്ലാം വേണം എന്നുള്ളത് പറയാം. 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി എടുക്കാം. 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചർമ്മത്തിൻ്റെ അനാവശ്യമായിട്ടുള്ള ഡെഡ് സ്കിൻ റിമൂവ് ആക്കാൻ എളുപ്പം സഹായിക്കുന്നതാണ്. നല്ല ക്ലീൻ സ്കിൻ നേടാനായിട്ട് കടലമാവിൽ നിന്ന് സാധിക്കും. 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇതൊന്ന് ഇങ്ങനെ ആക്കുക കേട്ടോ. ചെറുതായിട്ട് കട്ട കെട്ടി കിടക്കുന്നുണ്ട്, അതൊന്ന് പൊടിച്ചു വിടുക. അതിനുശേഷം ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, നേരത്തെ എടുത്ത് കണ്ടായിരുന്നല്ലോ, ഇതാണ് ബേക്കിംഗ് പൗഡർ. ഇത് 1/2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ചേർക്കരുത്, 1/2 ടേബിൾ സ്പൂൺ. ഓക്കെ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്.
അതിനുശേഷം ഒന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ മിക്സ് ആക്കി. ഇനി ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ കസ്തൂരി മഞ്ഞൾ പൗഡറാണ്. കസ്തൂരി മഞ്ഞൾപ്പൊടി പൗഡർ ഇല്ല എങ്കിൽ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കാവുന്നതാണ്. കസ്തൂരി മഞ്ഞൾപ്പൊടി 2 തരമുണ്ട്. ഞാനിവിടെ യെല്ലോ കളറിലാണ് എടുക്കുന്നത്. വൈറ്റ് കളറിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുത്താലും കുഴപ്പമില്ല. 1/2 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. ഓക്കെ, മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കട്ട തൈര് ചേർത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ആക്കുക. ഓക്കെ, അളവ് കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടല്ലോ, അതേപോലെ എടുക്കാവുള്ളൂ. മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം കാലുകൾ ഡ്രൈ ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ പാക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്തായാലും ഞാൻ ഈ പാക്ക് ഇട്ടിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണിക്കാം. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ പാക്ക്. നമ്മൾ എടുക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ പതഞ്ഞിരിക്കും. കാരണം അതിൽ നമ്മൾ ചേർത്തേക്കുന്ന കാര്യങ്ങളുടെയൊക്കെ രാസപ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉപയോഗിച്ച വെള്ളം കളയരുത്, അതിലേക്ക് തന്നെ ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ കാല് ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, തേച്ച് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. അധികം കട്ടിക്കൊരിക്കലും നിങ്ങൾ ഏതൊരു കാര്യവും മുഖത്താണെങ്കിലും കൈകളിലാണെങ്കിലും കാലുകളിലാണെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ കട്ടിക്കിടാനായിട്ട് നോക്കരുത്. അത് നിങ്ങളുടെ സ്കിന്നിന് പിടിക്കില്ല. ചുമ്മാ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വിരലുകളുടെ ഇടയിലും ഒക്കെ പിടിപ്പിക്കാനായിട്ട് നോക്കണം. ഉപ്പുറ്റി ഭാഗത്തും ഒക്കെ പിടിപ്പിക്കണം. കാരണം അവിടെ എന്തെങ്കിലും ഉപ്പുറ്റി ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ വെടിച്ചുകീറലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഒക്കെ എളുപ്പം തന്നെ നിങ്ങൾക്ക് സാധിക്കും. എന്തായാലും നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഉണങ്ങുന്നിടം വരെ ഇരിക്കട്ടെ കേട്ടോ. ഉണങ്ങിയതിന് ശേഷം നമുക്കിത് കഴുകിയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ കാണിക്കാം. ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് വെള്ളം തെളിച്ച് കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ആയപ്പോൾ നേരത്തെ ഉപയോഗിച്ച വെള്ളത്തിനകത്തേക്ക് തന്നെ കാലുകൾ ഇറക്കി വെക്കാം. ഓക്കെ, കാലുകൾ ഇറക്കി വെക്കുകയാണ്. ഇറക്കി വെച്ചതിന് ശേഷം കൈകൾ കൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ട് സ്കിന്നിൽ നിന്ന് കഴുകി മാറ്റാവുന്നതാണ്. ഓക്കെ, എത്ര സമയമില്ലാത്തവർക്കും ഇത് ചെയ്താൽ മതി. നല്ലൊരു ചേഞ്ച് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. ഓക്കെ, കഴുകി മാറ്റിയിട്ടുണ്ട്. ചർമ്മത്തിൻ്റെ ചേഞ്ച് ഞാൻ കാണിക്കാം. ഓക്കെ, വെള്ളം മാറ്റി വെക്കട്ടെ. തുടച്ചിട്ടുള്ള ചേഞ്ച് ഞാൻ കാണിക്കാം. കണ്ടോ, കിടിലനാണ്. നിങ്ങൾ കണ്ടോ, ഞാൻ വെറുതെ പറയല്ല. കണ്ടോ, അടിപൊളി ചേഞ്ചുണ്ട്. നല്ല പോലെ മാറ്റമുണ്ട്. നല്ല പോലെ സൂപ്പർ സംഭവമാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ. നിങ്ങളുടെ കാലുകൾക്കും കൈകൾക്കും നല്ലതാണ്. ആയിട്ട് നിങ്ങൾക്ക് നിറം വെക്കാനായിട്ട് സാധിക്കും. എന്തായാലും നിങ്ങൾ ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ കൈകൾക്കും ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. കണ്ടല്ലോ, ലൈവ് ചേഞ്ചസ് ഒക്കെ കണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം നേടണമെങ്കിൽ ഇത് ചെയ്താൽ മതി. നിങ്ങൾക്ക് നല്ല പോലെ ഒരു മാറ്റം നേടിയെടുക്കാൻ ഇതിൽ നിന്ന് സാധിക്കും. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ. അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും ഞാൻ. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.